ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാവർക്കും പ്രഭാത വന്ദനം. വചന പുലരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ മിരിയത്തിൻ്റെ ശിക്ഷയെക്കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുകയാണ്. മോശയുടെ സഹോദരിയായ ഒരു പുരോഹിതൻ്റെ സഹോദരിയായ മിരിയം എങ്ങനെയാണ് ശിക്ഷ പ്രാപിച്ച് കുഷ്ഠരോഗിയായി തീർന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 1-ാം തിരുവചന ഭാഗത്തിൽ പ്രകാരം പറയുന്നുണ്ട്: മോശയുടെ ഭാര്യയായ കുഷ്യ സ്ത്രീയെ പ്രതി മിരിയാമും അഹറോനും അവനെതിരായി സംസാരിച്ചു. കർത്താവ് മോശ വഴി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്, ഞങ്ങളിലൂടെയും സംസാരിച്ചിട്ടില്ലേ എന്ന് അവർ ചോദിച്ചു. മിരിയം മറ്റൊരു പുരോഹിതനായ അഹറോനോട് മോശ എന്ന പുരോഹിതനെപ്പറ്റി കുറ്റം പറയുകയാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് മിരിയമിനാണ്. 12-ാം അധ്യായം 9-ാം തിരുവചന ഭാഗത്ത് നമുക്ക് കാണുന്നുണ്ട്: കർത്താവിൻ്റെ കോപം അവർക്കെതിരെ ജ്വലിച്ചു, അവിടുന്ന് അവരെ വിട്ടുപോയി. കൂടാരത്തിൻ്റെ മുകളിൽ നിന്ന് മേഘം നീങ്ങിയപ്പോൾ മിരിയം കുഷ്ഠം പിടിച്ചു മഞ്ഞുപോലെ വെളുത്തു. പ്രിയമുള്ളവരെ, ഇതാ പുരോഹിതന്മാർക്കെതിരെ നമ്മൾ കുറ്റം പറയുമ്പോൾ ഒരു പക്ഷേ അവർ ചെയ്ത അവരിൽ നിന്ന് വന്നു പോയ പാകപ്പിഴകൾക്ക് നമ്മൾ അവരുടെ നേരെ കുറ്റം ആരോപിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, മിരിയത്തെപ്പോലെ ഒരു പക്ഷേ ശിക്ഷ നമ്മൾ മേൽക്കേണ്ടി വരികയാണ്. 2 ശിക്ഷകളാണ് മിരിയത്തിന് ലഭിച്ചത്. ഒന്ന്, ദൈവ സാന്നിധ്യം അവളെ വിട്ടുപോയി എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കാതെ വരുന്നത് ഒരുപക്ഷെ ദൈവ സാന്നിധ്യം എപ്പോഴോ നമ്മളിൽ നിന്ന് വിട്ടുപോയത് കൊണ്ടാകാം. 2ാമത് മിരിയാമിന് സംഭവിച്ചത് അവൾ കുഷ്ഠരോഗിയായി തീർന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ പല മാറാരോഗങ്ങളും ഒരുപക്ഷെ നമ്മളെ പിടിപെട്ടത് ഇപ്രകാരമുള്ള പാപങ്ങൾ നമ്മുടെ ജീവിതം വന്നു പോയത് കൊണ്ടാകാം. അതുകൊണ്ട് പൂർണ്ണമായും പുരോഹിതന്മാരെ സ്നേഹിക്കുവാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പുരോഹിതന്മാർക്ക് വേണ്ടി തിരികെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഓരോ പരിശുദ്ധ കുർബാനയിലും പുരോഹിതന്മാർ പറയുന്നു: ഞാനോ ബലഹീനനും പാപിയുമാകുന്ന ദാസൻ, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മളെ മാമോദിസ മുക്കിയ, നമ്മുടെ ദാമ്പത്യത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയുമായി നമ്മളെ കൂട്ടിച്ചേർത്ത നമ്മുടെ പൂർവികർ വാങ്ങിപ്പോയപ്പോൾ നമ്മളെ ആശ്വസിപ്പിക്കുകയും അവരുടെ മൃതസംസ്കാരം ചെയ്യുകയും ചെയ്ത പുരോഹിതന്മാരെ നമുക്ക് ഓർക്കാം. ആ പുരോഹിതന്മാർക്ക് വേണ്ടി ഇന്ന് പ്രഭാതം നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.